Hi, hello. Welcome to a very new video of Bio Ocean. ഇന്ന് അഗൈൻ നമ്മൾ ഇന്നലത്തെ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ യെസ്റ്റർഡേ വിറ്റമിൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിറ്റമിൻസിൽ നമ്മൾ കുറച്ച് വിറ്റമിൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ബാക്കി വിറ്റമിൻസ് അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വിറ്റമിൻസിൻ്റെ ബാക്കിയുള്ള പോർഷനാണ് പഠിക്കുന്നത്. ആൻഡ് ഇന്നലത്തെ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അത് കണ്ടതിന് ശേഷം മാത്രം അത് കാണുക. ബിക്കോസ് വിറ്റമിൻസിൻ്റെ തുടക്കങ്ങളിലുള്ള പോർഷൻസ് എല്ലാം അവിടെയാണ് കിടക്കുന്നത്. റെസ്റ്റ് ഓഫ് ദ പോർഷൻസ് മാത്രമേ ഈ ഒരു വീഡിയോയിലുള്ളൂ. അപ്പം എഗെയിൻ പറയുന്ന പോലെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ വിറ്റമിൻസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ ഇന്നലെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫാറ്റ് സോൾയുബിൾ ആയിട്ടുള്ള വിറ്റമിൻസിനെ ഇന്നലെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വാട്ടർ സോൾയുബിൾ വിറ്റമിൻസിനകത്ത് ബി കോംപ്ലക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ B1 B2 പഠിച്ചു. നമ്മൾ ഇന്ന് B3 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് പലപ്പോഴും നിങ്ങൾ ഈ ടോപ്പിക്കൊക്കെ കാണുമ്പോഴത്തേക്ക് യുൽ ബി ഫീലിംഗ് ലൈക്ക് വിറ്റമിൻ ഭയങ്കര ഈസി ആണെന്നൊക്കെ തോന്നും. പക്ഷെ വിറ്റമിൻ ഒരിക്കലും ഈസി അല്ല. ഈ പറഞ്ഞ വിറ്റമിൻസിൻ്റെ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ച് അതിൽ നിന്നൊരു കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആൻസറിലോട്ട് എത്തി സ്കോർ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ടാസ്ക്. ഇപ്പോൾ എനിക്ക് പോലും പെട്ടെന്ന് അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എന്താണ് ഇതെന്ന് ചോദിച്ചാൽ വിച്ച് വിറ്റമിൻസ് B6 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന വരില്ല. അല്ലെങ്കിൽ B6ൻ്റെ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന വരില്ല. പക്ഷെ സ്റ്റിൽ ഞാനിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നു. അപ്പം എന്നാലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറ്റമിൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ സിമ്പിളായിട്ട് കാണരുത്. ആൻഡ് വിറ്റമിൻ ക്വസ്റ്റ്യൻ ഉള്ളതുമാണ്. ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുമുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിച്ചു തന്നെ കേൾക്കുക. വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അവിടെ സ്കിപ്പ് ചെയ്യാനിരിക്കുന്നവരോടാണ് ഞാൻ ഈ പറഞ്ഞത് മൊത്തം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഇസ് വിത്ത് വിറ്റമിൻ B3 ആൻഡ് അതിൻ്റെ കെമിക്കൽ നെയിം വന്നിട്ട് നയസിൻ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നയസിനമൈഡ് സെറം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നയസിൻ തന്നെ. ഓക്കെ, ഇനി കെമിക്കൽ നെയിം നയസിൻ ആണ്. വിറ്റമിൻ B3 ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നയസിനെ ഒരു കോഎൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. രണ്ട് കോഎൻസൈംസ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കുക. നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡും അതുപോലെ നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫേറ്റും NAD+ഉം NADP+ഉം ഇതൊക്കെ നമ്മൾ മറ്റേ ലൈക്ക് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പഠിച്ചപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇതിൽ കേട്ടായിരുന്നു അല്ലേ? അപ്പോൾ കോഎൻസൈംസിൻ്റെ ഫോമിലോട്ട് നമ്മൾക്ക് നയസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അത് മാത്രമല്ല കാർബോഹൈഡ്രേറ്റ്സിന് ഫാറ്റൊക്കെ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നയസിൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആൻഡ് അത് മാത്രമല്ല നമ്മളുടെ ബ്ലഡ് പ്ലാസ്മ ഉണ്ടല്ലോ അതിലെ കൊളസ്ട്രോൾ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ വിറ്റമിൻ B3 ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് വേണം പറയാൻ. ഇനി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡിസീസാണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. നമ്മളുടെ സ്കിന്ന് അതുപോലെ മ്യൂക്കസ് മെംബ്രെയിൻ അങ്ങനെയുള്ള പോർഷൻസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. ഇതൊരു ഇറ്റാലിയൻ വേർഡാണ്. റഫ് സ്കിൻ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ എപ്പോഴെങ്കിലും ട്രിപ്റ്റോഫാനോ അല്ലെങ്കിൽ നയസിനൊക്കെ ഡെഫിഷ്യൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെല്ലാഗ്ര ഉണ്ടാകും. അത് കൂടുതലും സ്ത്രീകൾക്കാണ് കാണല്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ ഡെർമറ്റൈറ്റിസും ഡെമെൻഷ്യയും ഡയറിയയും. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഡെർമറ്റൈറ്റിസും ഡിമെൻഷ്യയും ഡയറിയയും തമ്മിൽ എന്താ കണക്ഷൻ അല്ലേ? പക്ഷേ കണക്ഷൻ ഉണ്ട്. പെല്ലാഗ്രയാണ് അതിൻ്റെ കണക്ഷൻ. ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ഇങ്ങനെ റാഷസും പാച്ചസും ഒക്കെ വരുന്നതാണ് ഡെർമറ്റൈറ്റിസ്. ഡിമെൻഷ്യ നമുക്കറിയാമല്ലോ, ഓർമ്മക്കുറവും അങ്ങനത്തെ ലൈക്ക് കൊഗ്നിറ്റീവ് ഫങ്ഷൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഡിമെൻഷ്യ. ഡയറിയ പിന്നെ അറിയാമല്ലോ, ലൂസ് മോഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു അസുഖമാണ് വിറ്റമിൻ B3യുടെ കുറവ് കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ബോഡിയിൽ വരിക. പെല്ലാഗ്ര ഓർത്ത് വയ്ക്കുക കേട്ടോ. നമ്മൾ റിക്കറ്റ്സും ബെറിബെറിയൊക്കെ പഠിക്കുന്ന പോലെ അങ്ങനെ ഓർത്ത് വെക്കാൽ കുറവാണ് നമ്മൾ ഈ അസുഖം, പക്ഷെ ഓർക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് വിറ്റമിൻ B5. B4 ഇല്ല, B5 ആണ്. ആൻഡ് കെമിക്കൽ നെയിം വരുന്നത് പാൻറ്റോത്തനിക് ആസിഡ് എന്നാണ്. ഓക്കെ, ഫങ്ഷൻസിലോട്ട് വരുമ്പോഴത്തേക്കും പാൻറ്റോത്തനിക് ആസിഡിനെ നമ്മൾക്കൊരു കോഎൻസൈം ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. യൂഷ്വലി അതിൻ്റെ കോഎൻസൈം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കോഎൻസൈം A. കോഎ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രെബ് സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ സംഭവം. A എന്ന് വെച്ചാൽ ഇവിടെ അസിറ്റലേഷൻ എന്നാണ് മീനിങ് വരുന്നുണ്ടായിരിക്കുക. കാർബോഹൈഡ്രേറ്റിൻ്റെ ലിപ്പിഡിൻ്റെ ഫാറ്റിൻ്റെ ഒക്കെ മെറ്റബോളിസത്തിനകത്ത് ഈ കോയയ്ക്ക് ഭയങ്കരമായിട്ടുള്ള റോൾ ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ക്രെബ് സൈക്കിളിനകത്ത് ഈ അസിറ്റൈൽ കോയ എന്ന് പറഞ്ഞിട്ടൊരു കോയ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പല മെറ്റബോളിക് പാത്വേസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ ഈ പറഞ്ഞ കോയയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. മാത്രമല്ല 70ൽ കൂടുതൽ എൻസൈംസ് ഈ പറഞ്ഞ കോയേനെ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ ഒരുപാട് എൻസൈംസ് കോയേനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കോയ ഡെറൈവേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അസിറ്റൈൽ കോയ, ഇവനെയാണ് നമുക്ക് പരിചയമുള്ളത്. വേറെയും കോയേസ് ഉണ്ട് ലൈക്ക് സക്സനാൽ കോയ, HMG കോയ, എസൈൽ കോയ അങ്ങനെയൊക്കെ. ഇനി ഈ വിറ്റമിൻ B5 ഡെഫിഷ്യൻസി കൊണ്ടിട്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ്
ബേണിംഗ് ഫുഡ് സിൻഡ്രോം എന്ന് പറയുന്നത് പാരസ്തേഷ്യ എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. നമ്മളുടെ ലോവർ ലിംബ് പോർഷൻസിലൊക്കെ ചെറിയൊരു ബേണിംഗ് സെൻസേഷനും പെയിനൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് അത് മാത്രമല്ല നമ്മൾക്കിങ്ങനെ ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സും കോർഡിനേഷനും ഒന്നും പോസിബിൾ ആവില്ല. അത്ര പോസിബിലിറ്റി കുറവല്ല, പക്ഷെ അതൊരു നോർമൽ രീതിയിലായിരിക്കത്തില്ല. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് നമുക്കുണ്ടാവും. അത്തരത്തിലുള്ളൊരു ഡിസീസാണ് ബേണിംഗ് ഫുഡ് സിൻഡ്രോം. ആൻഡ് ഈ പറഞ്ഞ വിറ്റമിൻ B5 ഡെഫിഷ്യൻസി കൊണ്ടിട്ടുണ്ടാകുന്നതാണ് കേട്ടോ ആ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വിറ്റമിനിലോട്ട് വേണേടാ. ഇനി അങ്ങോട്ടുള്ളതെല്ലാം വളരെ ഈസിയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വിറ്റമിൻ B6 വരികയാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പിറിഡോക്സിൻ. ആൻഡ് അത് നമ്മൾക്ക് പൊതുവെ പിറിഡോക്സിൽ ഫോസ്ഫേറ്റ് എന്നുള്ള രീതിയിലാണ് കോഎൻസൈമായിട്ട് പല ലൈക്ക് റിയാക്ഷൻസിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ പിറിഡോക്സിൻ്റെ കോഎൻസൈമാണ് പിറിഡോക്സിൽ ഫോസ്ഫേറ്റ്. അമിനോ ആസിഡ് മെറ്റബോളിസത്തിൽ ഒരുപാട് റിയാക്ഷൻസിൽ നമ്മൾക്ക് ഈ പിറിഡോക്സിൽ ഫോസ്ഫേറ്റിനെ കാണാൻ പറ്റും. പിറിഡോക്സിൽ ഫോസ്ഫേറ്റിനെ നമ്മൾ ഇങ്ങനെ ഷോർട്ട് ചെയ്തിട്ട് പറയുന്ന പേരാണ് PLP എന്ന് പറയുന്നത്. ട്രാൻസമിനേഷൻ, ഡീകാർബോക്സിലേഷൻ, ഡീഅമിനേഷൻ, ട്രാൻസൾഫറേഷൻ, കണ്ടൻസേഷൻ, അങ്ങനെയുള്ള വലിയ വലിയ പ്രോസസ്സുകളിലൊക്കെ നമ്മൾക്ക് ഈ PLPനെ കാണാൻ പറ്റും. ട്രാൻസമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലനിനും ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റും കൂടെ ചേർന്നിട്ട് പൈറുവേറ്റും ഗ്ലൂട്ടാമിക് ആസിഡും ഈൽഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് അലനിൻ ട്രാൻസമിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. പിന്നെ ഡീകാർബോക്സിലേഷൻ അറിയാലോ, കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അമിനോ ആസിഡിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡീകാർബോക്സിലേഷൻ റിയാക്ഷനുകളിലൊക്കെ ഈ പിറിഡോക്സിൽ ഫോസ്ഫേറ്റ് ആണ് ഒരു കോഎൻസൈമായിട്ട് വരുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ആൻഡ് അതിനൊരു എക്സാമ്പിളാണ് ഗ്ലൂട്ടാമേറ്റിനെ ഗാബയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ദിസ് ഗാബ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതൊരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്. നിങ്ങളോട് ചോദിക്കും വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ദാറ്റ് ഇസ് ഗാബ, ഓർക്കുക കേട്ടോ. ആൻഡ് അതുകൊണ്ട് തന്നെ B6 ദാറ്റ് മീൻസ് വിറ്റമിൻ B6 ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളിൽ കൺവല്യൂഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കൺവല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കുട്ടികളുടെ ഫിറ്റ്സ് വരുന്നത് പോലെ തന്നെ. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസിൽസൊക്കെ ലൈക്ക് സഡൻ ആയിട്ട് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ, ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു കോൺട്രാക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. and അത് മാത്രമല്ല ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കുട്ടികളിൽ എപ്പിലെപ്സി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ കൺവല്യൂഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ ഒരു വിറ്റമിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ പ്രധാനമായിട്ടും ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യുന്നതിന് കുട്ടികൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അനീമിയ ഉണ്ടായിരിക്കും, സ്കിൻ ലീഷൻസ് ഉണ്ടായിരിക്കും. സ്കിൻ ലീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൽ ഇതുപോലെ ഇങ്ങനെ റാഷ് മാതിരിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഒരു മേജർ ഡിസീസിൻ്റെ പേരൊന്നും അവിടെ പറയാനില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ B7, അതിൻ്റെ കെമിക്കൽ നെയിമാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. യൂഷ്വലി കാർബോക്സിലേഷൻ റിയാക്ഷൻസിലാണ് ബയോട്ടിൻ ഒരു കോഎൻസൈമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോട്ടിൻ മോളിക്യൂളിനകത്ത് നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഇസ് ആക്ച്വലി ഹെൽപ്ഫുൾ. ആൻഡ് അത് മാത്രമല്ല ഈ ഒരു റിയാക്ഷനകത്ത് ATPക്ക് ഭയങ്കര റോളുണ്ട്. കാരണം ATP പ്രൊവൈഡ് ചെയ്യുന്ന എനർജി വെച്ചിട്ടാണ് പൊതുവെ നമ്മൾ ഈ കാർബോക്സിലേഷൻ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. പിടികിട്ടിയോ? അപ്പോൾ ബയോട്ടിൻ ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ റിയാക്ഷൻസ് ആണ് കൂടുതലും നടത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിനകത്താണ് ഒരു മേജർ റോൾ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള രണ്ട് റിയാക്ഷൻസിന് എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. അസറ്റൈൽ കോയ കാർബോക്സിലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം യൂസ് ചെയ്തിട്ട് നമ്മൾ ലൈക്ക് അസറ്റൈൽ കോയിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യും. അങ്ങനെ അസറ്റൈൽ കോയയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വി വിൽ ബി ഗെറ്റിംഗ് മെലോണിൽ കോയ. ആൻഡ് ഫാറ്റി ആസിഡിൻ്റെ ബയോസിന്തസിസിനകത്തുള്ളൊരു റേറ്റ് ലിമിറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഈ അസറ്റൈൽ കോയയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്ന് അസറ്റൈൽ കോയ കാർബോക്സിലേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ പ്രസൻസിൽ മെലോണിൽ കോയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി പൈറുവേറ്റ് കാർബോക്സിലേസ് മറ്റൊരു എൻസൈമാണ്. പൈറുവേറ്റ് കാർബൺ ഡൈ ഓക്സൈഡും ATPനെയും കൂടെ അത് ഓക്സാലോ അസറ്റേറ്റും ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഓക്സാലോ അസറ്റേറ്റിനെയാണ് അത് ഈൽഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ശരിക്കും TCA സൈക്കിൾ ഉണ്ടല്ലോ, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, അതിനകത്തൊരു കാറ്റലിസ്റ്റാണ് ഈ ഓക്സാലോ അസറ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അയ്യോ, നമ്മൾ പഠിച്ചില്ല, നമ്മൾ ജസ്റ്റ് അത് മെൻഷൻ ചെയ്തു. പഠിക്കും കേട്ടോ, നമ്മൾ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഗ്ലൂക്കോനിയോജെനസിസിനകത്തൊക്കെ ഈ പറഞ്ഞ സംഭവത്തിന് വലിയൊരു റോൾ ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഈ ഒരു എൻസൈമിന് ഭയങ്കര ഒരു റോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്സാലോഅസറ്റേറ്റ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം TCA സൈക്കിളിൽ. ഓക്സാലോഅസറ്റേറ്റിനെ ഈൽഡ് ചെയ്യുന്ന ഈ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോനിയോജെനസിസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഡിസീസസ് ആണ്. ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് ഡെർമറ്റൈറ്റിസ് വരും. ഡെർമറ്റൈറ്റിസ് അറിയാമല്ലോ, സ്കിന്നിൽ ഇങ്ങനെ വട്ടച്ചൊറിയൊക്കെ വരുന്ന പോലെ ലൈക്ക് നമ്മൾക്കിങ്ങനെ ലീഷൻസും റാഷസും റെഡ്നെസ്സും ഭയങ്കര ഇച്ചിങ് ഒക്കെ ആയിട്ടുള്ളൊരവസ്ഥ. ഇനി അത് മാത്രമല്ല, വേറെ കുറച്ച് ഡിസീസസ് എന്ന് പറഞ്ഞാൽ അട്രോഫിക് ഗ്ലോസിറ്റിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ടങ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്. അപ്പോൾ ഇവിടെ അട്രോഫിക് ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടങ്ങിൽ പാപ്പില്ലകളില്ലേ,
ആ പാപ്പിലകൾ അത് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ നാവിന്. അട്രോഫി കാരണം അത് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നാവ് ഇങ്ങനെ ഒരു തരിതരി പോലെ ഒരു കൈൻഡ് ഓഫ് റഫ് നേച്ചർ നാവിനുള്ളത് ഈ പാപ്പിലേസ് ഉള്ളതുകൊണ്ടാണ്. നാവിന്ന് പാപ്പില നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാവിൻ്റെ ആ റഫ് നേച്ചർ പോകും. അങ്ങനെ നാവ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് മാറും, റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലായിട്ട് മാറും. അതാണ് അട്രോഫിക് ഗ്ലോസിറ്റിസ് എന്ന് പറയുന്നത്. പാപ്പിലകൾ നഷ്ടപ്പെട്ടു പോയിട്ട് നാവ് സ്മൂത്ത് ആവുന്ന ഒരു അവസ്ഥ. അപ്പം അതിന് കളർ ചേഞ്ചും കൂടെ അതിൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി ഹൈപ്പറസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെൻസസിന് എന്തെങ്കിലും ഒരു സ്റ്റിമുലൈനോടുള്ള സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു. അത്ര സെൻസിറ്റീവ് അല്ലല്ലോ നമ്മൾ, പക്ഷേ ഇത് ആവശ്യത്തിലധികം സെൻസിറ്റീവ് ആവുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഏത് സ്റ്റിമുലൈനോടും കേട്ടോ. പിന്നെ മസിൽ പെയിൻ ഉണ്ടാകും, ഹലൂസിനേഷൻസ് ഉണ്ടാകും. അത് മാത്രമല്ല അനോറെക്സിയയും കൂടെ ഇതിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാവാറുണ്ട്. അനോറെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. യൂഷ്വലി നമ്മൾക്കൊരു BMI ഇൻഡെക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ ഹൈറ്റിനും നമ്മുടെ ഏജിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് നമുക്ക് വേണം. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു വെയിറ്റിലോട്ട് എത്താൻ പറ്റത്തില്ല. വെയിറ്റ് ലോസ് ആയിട്ട് അവരിങ്ങനെ ഭയങ്കര മെലിഞ്ഞ് ലീനായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ദാറ്റ് ഈസ് അനോറെക്സിയ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വിറ്റമിനും അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിസീസസ് കേട്ടോ. ഈ പറഞ്ഞ ഡിസീസസിൻ്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് വിറ്റമിൻ B9. അതിൻ്റെ കെമിക്കൽ നെയിമാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. കാർബൺ മെറ്റബോളിസത്തിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അത് മാത്രമല്ല DNA സിന്തസിസിൽ ഇത് ഇൻവോൾവ് ആണ്. നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ ഫോം ചെയ്യുന്നതിനും മെച്യൂർ ആകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രഗ്നന്റ് ലേഡീസിലൊക്കെ നമ്മൾക്ക് ഫോളിക് ആസിഡ് ഒക്കെ കൊടുക്കുന്നത്. കുട്ടികളുടെ റെഡ് ബ്ലഡ് സെൽസിന് ഫോർമേഷനും മെച്ചുറേഷനും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടും കുട്ടികളിൽ മാത്രമല്ല അമ്മയിലുള്ള സെൽസ് എല്ലാം മെച്യൂർ ആകാനും ഹെൽത്തി ആകാനൊക്കെ വേണ്ടിയിട്ട് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അങ്ങനെ പിന്നെ അത് മാത്രമല്ല മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഫോളിക് ആസിഡുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ്. ഇതിൻ്റെ ഫംഗ്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോളിക് ആസിഡിൻ്റെ ഫംഗ്ഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA സിന്തസിസ് നടക്കില്ല. ഇത് ഇപ്പോൾ ഡെഫിഷ്യൻ്റ് ആണ്, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ DNA സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കില്ല. പിന്നെ ജനിക്കുന്ന കുട്ടികൾക്ക് ബർത്ത് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് ഉണ്ടാകുന്ന മേജറായിട്ടുള്ള 2 അസുഖങ്ങൾ എന്ന് പറയുന്നത് മാക്രോസൈറ്റിക് അനീമിയ എന്ന് വെച്ചാൽ നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസിന് സാധാരണ ഉള്ള സൈസിനേക്കാളും ജാസ്തി സൈസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അല്പം കൂടെ സൈസ് കൂടുതലുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു. അത്ര ആവശ്യമില്ല. അപ്പോൾ അനാവശ്യമായിട്ട് റെഡ് ബ്ലഡ് സെൽസ് ഇങ്ങനെ വലുതാവുന്ന ഒരു അവസ്ഥയാണ് മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. മാക്രോ വലുത്. ഓക്കെ, യെസ്. പിന്നെ ഉള്ളൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെറ്റിക്കുലോസൈറ്റോസിസ്. റെറ്റിക്കുലോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡിൽ റെറ്റിക്കുലോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് കൂടുന്നു. അതാണ് റെറ്റിക്കുലോസൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കാം കേട്ടോ. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വിറ്റമിനിലോട്ട് പോകുന്നു. വിറ്റമിൻ B12 സയാനോ കൊബാലാമിൻ. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് സെൽസ് ഫോം ചെയ്യാനും മെച്യൂർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ദിസ് ഇസ് വെരി ഹെൽപ്ഫുൾ. ന്യൂക്ലിക് ആസിഡ് സിന്തസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സയാനോകൊബാലാമിൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മളുടെ നെർവസ് സിസ്റ്റം പ്രോപ്പറായിട്ട് നോർമലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു വിറ്റമിൻ ആവശ്യമാണ്. ആൻഡ് ഹോമോസിസ്റ്റീനിൽ നിന്ന് മെത്തിയോണിൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് വെരി ഹെൽപ്ഫുൾ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഹോമോസിസ്റ്റീനിൽ നിന്ന് മെത്തിയോണിൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ ആവശ്യമാണ്, സയാനോകൊബാലാമിനെ ആവശ്യമാണ്. ആൻഡ് അത് മാത്രമല്ല നമ്മളുടെ ലിപ്പിഡ്സ് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് നമ്മൾക്ക് ലിപ്പിഡ്സിനെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വിറ്റമിൻ B12 ആവശ്യമാണ്. അപ്പോൾ ലിപ്പിഡ്സ് ഫോർമേഷന് വേണ്ടിയിട്ടും B12 ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ. ഇനി അതിൻ്റെ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർനീഷ്യസ് അനീമിയ ഉണ്ടാകും. നമ്മുടെ ബോഡിയിലുള്ള ബിലിറൂബിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. ഹോമോസിസ്റ്റീൻ്റെ ലെവൽ ഭയങ്കര അബ്നോർമൽ ആകും. അത് കൂടാതെ നമ്മൾക്ക് ഡീമൈലിനേഷൻ സംഭവിക്കും. ഡീമൈലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ന്യൂറോൺസിനൊക്കെ ഒരു മൈലിൻ ഷീത്തിൻ്റെ കവറിങ് ഉണ്ട് അല്ലേ. നമ്മുടെ ന്യൂറോൺസിനെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലൊക്കെ ഉള്ള ന്യൂറോണുകളുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മളുടെ ആക്സോണിൻ്റെ പോർഷനിലൊക്കെ ആയിട്ട് മൈലിൻ ഷീത്ത് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുക. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഇൻസുലേഷന് വേണ്ടിയിട്ടും സ്റ്റിമുലൈകളൊക്കെ ഭയങ്കര സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഈ മൈലിൻ ഷീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അപ്പോൾ എന്ത് പറ്റും, സ്റ്റിമുലസുകൾ അല്ലെങ്കിൽ ആ ഇമ്പൾസസ് ഒന്നും പ്രോപ്പറായിട്ട് ആ ന്യൂറോണിൽ കൂടെ പാസ് ചെയ്ത് പോകില്ല. മൈലിൻ ഷീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഈ ഡീമൈലിനേഷൻ എന്ന് പറയുന്നത്. പിടികിട്ടിയ. പിന്നെ എക്ലോറോഹൈഡ്രിയ എന്ന് പറയുന്നത് നമ്മുടെ 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 സ്റ്റൊമക്ക് ഉണ്ടല്ലോ, അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവില്ല. അപ്പം ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ അസിഡിക് ആക്കിയാൽ മാത്രമാണ് ഈസി ആയിട്ട് ഡൈജഷൻ പോസിബിൾ ആവുള്ളൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇല്ലാത്ത ഒരാളിൽ എങ്ങനെയാണ് അസിഡിക് ആയിട്ട് ഫുഡ് മാറുന്നത് അല്ലേ. അപ്പം അങ്ങനെ ലൈക്ക് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റംഡ് ആയിട്ട് പോകുന്നൊരവസ്ഥ. അതാണ് B12 കുറവ് കൊണ്ടിട്ടുണ്ടാകുന്ന അസുഖങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അസുഖങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഈ പേരുകൾ ഓർത്ത് വെക്കുക എന്ന് പറയുന്നതാണ് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള വിഷയം. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്തപ്പോൾ ഈ മൈലിനേഷൻ ആ വാക്കുകളിലൊക്കെ ചില അസുഖങ്ങളൊക്കെ അങ്ങനെ തന്നെ കിട്ടും, വാക്കുകളിൽ തന്നെയുണ്ട്. പക്ഷെ അല്ലാതെയുള്ള അസുഖങ്ങൾ കൃത്യമായിട്ട് സമയമെടുത്ത് തന്നെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്.
ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് വിറ്റമിൻ സി. നമ്മുടെ വാട്ടർ സോളിബിൾ വിറ്റമിൻസിലെ ലാസ്റ്റ് വിറ്റമിൻ ആണ്. എസ്കോർബിക് ആസിഡ് എന്നാണ് ഇതിന്റെ കോമൺ നെയിം അല്ലെങ്കിൽ കെമിക്കൽ നെയിം വരുന്നത്. ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്തുള്ള റിഡോക്സ് പൊട്ടൻഷ്യലൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു വിറ്റമിൻ ആണ്. തൈറോസിന്റെ മെറ്റബോളിസത്തിനകത്ത് ഇത് ഭയങ്കര ഇൻവോൾവ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വൂണ്ടൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിറ്റമിൻ സി ഈസ് വെരി ഹെൽപ്ഫുൾ. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യാനും മെച്യൂർ ചെയ്യാനും ഇവനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏതൊക്കെ വിറ്റമിൻസ് ആണ്. ഇപ്പോൾ കുറേ വിറ്റമിൻസ് ഈ റെഡ് ബ്ലഡ് സെൽ ഫോം ചെയ്യാനും മെച്യൂർ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. പിന്നെ അത് മാത്രമല്ല ഇൻറ്റസ്റ്റൈൻസിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കിട്ടിയിട്ടുള്ള അയണൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എസ്കോർബിക് ആസിഡ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ബോഡിയിൽ എപ്പോഴെങ്കിലും ഭക്ഷണത്തിലൂടെ അയൺ കിട്ടിക്കഴിഞ്ഞാൽ ചീരൊക്കെ കഴിക്കുമ്പോൾ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ അയൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എസ്കോർബിക് ആസിഡാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഇനി അതിന്റെ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കർവി ആണ് ഇതുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഡിസീസ്. വിറ്റമിൻ സി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരേ ഒരു ഡിസീസേ ഉള്ളൂ, സ്കർവി. അതിന്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആയിട്ട് ഹെമറേജ് ഉണ്ടാകും. നമ്മുടെ ഗംസ് ഒക്കെ ഇങ്ങനെ നീര് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുമ്പോഴൊക്കെ അത് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ബോൺസിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഓൾട്രേഷൻ മാൽഫോമേഷൻ ഒക്കെ കാണാൻ പറ്റും. പിന്നെ മുറിവുകളൊന്നും പ്രോപ്പറായിട്ട് ഉണങ്ങില്ല, കാരണം ഇവൻ വൂണ്ട് ഹീലിംഗിൽ ഹെൽപ്പ് ചെയ്യുന്നവനാണ്. അപ്പോൾ ഈ ഒരു വിറ്റമിൻ ഇല്ലെങ്കിൽ നമ്മളുടെ മുറിവുകൾ പ്രോപ്പറായിട്ട് ഉറങ്ങില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് സ്കർവി എന്ന് പറയുന്നത്. സ്കർവിയുടെ സിംറ്റംസ് ആണ് 4 കൊടുത്തേക്കുന്നത് വെച്ചാൽ വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ സ്കർവി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളുടെ വാട്ടർ സോല്യുബിൾ വിറ്റമിൻസും കഴിഞ്ഞു, കംപ്ലീറ്റ് വിറ്റമിൻസും കഴിഞ്ഞു, ആൻഡ് ദ ടോപ്പിക് ഈസ് ഓവർ. അമ്മേ രക്ഷപ്പെട്ടു അല്ലേ? കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ തുടങ്ങിയതാ, കുറേ വാക്കുകൾ, കുറേ പോയിന്റ്സ് ഓർത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങളെ കൊണ്ട് സാധിക്കും, എല്ലാവരെയും കൊണ്ടും സാധിക്കും. അപ്പം കാരണം ഇത് പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ. അപ്പം അതുകൊണ്ട് ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സെറ്റെല്ലാം എഴുതി പാസ്സായിട്ടും ഐ എം പ്രൊവൈഡിങ് ദിസ് ടു യു. അപ്പോൾ ഞാൻ ഒരു എഫേർട്ട് എടുക്കുന്നില്ല ഇതൊക്കെ ഉണ്ടാക്കാനും ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനൊക്കെ ഉള്ളത്. അപ്പോൾ അതേപോലെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അതിന് റെസിപ്രോക്കലായിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങളും എടുക്കുക. അപ്പോൾ നിങ്ങളത് പഠിക്കും, അപ്പോൾ നിങ്ങൾക്ക് സ്കോർ കിട്ടും, ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിടികിട്ടിയോ? HSST ഇപ്പോൾ HSC വിളിച്ചിരിക്കുകയാണ് PSC. ഇനി ഉടനെ HSST വിളിക്കും. ഈ ഇയർ ലാസ്റ്റ് ആയിട്ടൊക്കെ HSST വിളിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ തുടക്കത്തിലൊക്കെ HSST വിളിക്കും. ഒരുപാട് ആളുകൾ HSSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കാരണം ലയനമൊക്കെ വരാൻ പോവല്ലേ. അതിനോട് മുന്നായിട്ട് വരുന്ന ഏകദേശം ഒരു HSST ആയിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശ്രമിച്ച് സെറ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്തതുകൊണ്ട് ഗുണമുള്ളൂ. നമ്മളുടെ അടുത്ത ഈ HSST പോസ്റ്റ് തന്നെയായിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. പണ്ട് MEd എടുത്താൽ മതിയായിരുന്നു, പക്ഷെ ഇപ്പം MEd എടുക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. 1 ഇയർ അതിന് വേണ്ടിയിട്ട് സ്പെയർ ചെയ്യാനില്ല. HSST ഇപ്പോൾ വരും അല്ലേ, അപ്പോഴത്തേക്കും നിങ്ങളുടെ MEd കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ ഇരുന്ന് ഏതെങ്കിലും വിധേന എനിക്കിത് ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഹൈ മോട്ടിവേഷനിൽ എഴുതി തീർത്തെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക കേട്ടോ. നല്ല എഫേർട്ട് ഇടുക. ഓക്കെ, യെസ്. ആൻഡ് ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഇത് വന്നായിരുന്നു, ലൈക്ക് ടോപ്പിക് വൈസ് PYQ ചെയ്യുമെന്നുള്ളത്. നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് ടോപ്പിക് വൈസ് PYQ വരും. ടൈം ഞാനത് ഫിക്സ് ചെയ്തിട്ടില്ല, കമ്മ്യൂണിറ്റി ടാബിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടോപ്പിക് വൈസ് PYQ കൂടെ ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ വിറ്റമിൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫാറ്റ് സോല്യുബിൾ വാട്ടർ സോല്യുബിൾ പഠിച്ചു. അപ്പം ADEK ദെൻ BC അങ്ങനെ കംപ്ലീറ്റ്. ബിയിൽ കംപ്ലീറ്റ് B കോംപ്ലക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ വിറ്റമിൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇന്നത്തേക്ക് ഇത്രയാണ് പറയാനുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് വാസ് ഹെൽപ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഹെൽപ്ഫുൾ ആയെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID യും സോഷ്യൽ മീഡിയ IDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.